ശരി എൽദോ ശ്രീ ജോസഫ് സി മാത്യു 8 വർഷമല്ല ശരിക്കും 8 വർഷം എന്ന് പറയുന്നത് എൽദോ 8 വർഷം എന്ന് ഉദ്ദേശിച്ചത് പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള 8 വർഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അതിന് തൊട്ട് മുൻപുള്ള 5 വർഷം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കാര്യമായ പുരോഗതിയൊന്നും അവിടെ ഉണ്ടായില്ല. അത് മാത്രമല്ല അന്ന് പ്രതിപക്ഷത്തിന്റെ ഒരു സഹകരണം ഈ പദ്ധതിക്ക് ഉണ്ടായിരുന്നില്ല. ശരിക്കും 2007 VS സർക്കാരിന്റെ കാലത്താണല്ലോ കരാറിലേക്ക് വന്നത്. ആ കരാറാണല്ലോ ഇപ്പോഴും നിലനിൽക്കുന്ന കരാർ എന്ന് പറയുന്നത്. അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വന്ന തീരുമാനത്തിൽ ഈ ടീകോമുമായി ചർച്ച ചെയ്ത്, അതായത് ഒരു സമവായത്തിന്റെ തലത്തിലേക്ക് പോവുകയാണ്, ഒരു പിന്മാറ്റ നയം രൂപീകരിക്കുമെന്നാണ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്ത് പിന്മാറ്റ നയമാണ്? ഇത്രയും വർഷം ഈ പദ്ധതി നടപ്പിലാകാത്തതിന് അല്ലെങ്കിൽ വീഴ്ച വരുത്തിയതിന് കാരണം ടീകോം പിന്മാറുമെന്ന് അറിയിച്ചിരുന്നുവെന്ന് സംസ്ഥാന സർക്കാരും പറയുകയാണ്. മന്ത്രിസഭാ തീരുമാനത്തിൽ തന്നെ അതുണ്ട്. ടീകോം പിന്മാറുന്നു എന്ന കാര്യം അറിയിച്ചിരുന്നു. അതിനാൽ ആ 246 ഏക്കർ തിരിച്ചെടുക്കുന്നുവെന്ന്. പിന്നെ നഷ്ടപരിഹാരം എന്നുള്ള ചോദ്യം സ്വാഭാവികമാണല്ലോ. ശരിക്കും ആ കരാറിൽ ഈ നഷ്ടപരിഹാരം നൽകി ഈ പദ്ധതി അവസാനിപ്പിക്കുക, അങ്ങനെ ഒരു ടേം ഉള്ളതാണോ? എന്താണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സർക്കാരിൽ നിന്നൊരു മറുപടിയും കിട്ടുന്നില്ല. മഞ്ജുഷ് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സർക്കാരിൽ നിന്ന് ഒരു മറുപടിയും കിട്ടുന്നില്ല. സർക്കാർ ഒരു കാര്യവും പറയുന്നില്ല. സർക്കാർ ഇനി അഥവാ പറഞ്ഞാൽ പറയുന്നത് മുഴുവൻ കളവാണ്. അവർ ഒരു ചെറിയ റിട്ടേൺ വരുന്നുണ്ട്. അതായത് നമ്മളോട് സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്ന ഓരോ ഘട്ടത്തിലും സ്മാർട്ട് സിറ്റി പദ്ധതി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സർക്കാരിൻ്റെ നേട്ടമായിട്ടാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പദ്ധതിയെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരുന്ന നമുക്കെല്ലാവർക്കും അറിയാം, ഇത് പാളം തെറ്റിയിട്ട് ഒരുപാട് നാളായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിലും ഭരണതലത്തിലും നമുക്ക് സൗഹൃദമുള്ള എല്ലാവരോടും ഈ മേഖലയിലുള്ളവരോട് ഇത് ശ്രദ്ധിക്കണമെന്ന് ഈ പദ്ധതിക്ക് വേണ്ടി ഒരുപാട് നാൾ സമയം മെനക്കെടുത്തിയ ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇവരാരും അതിനൊരു താല്പര്യം നിർഭാഗ്യവശാൽ കാണിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്. ഞാൻ ടെക്നോ പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു കരാറ്, അതിൻ്റെ ഒരു MOU വരുമ്പോൾ ഞാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിക്ക് നോട്ട് ഇൻ അവർ നെയിം, ഞങ്ങളുടെ പേരിൽ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു മെയിൽ അയക്കുകയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് IT രംഗത്തുള്ളവർക്ക് പ്രതികരിക്കാൻ അവസരമുണ്ട്, പ്രതികരിക്കേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അന്ന് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അതിനുശേഷം അത് നമ്മൾ മാറ്റാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു കരാർ രൂപപ്പെട്ടു. ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല, ചർച്ച എങ്ങനെ രൂപപ്പെട്ടു വന്നാൽ പോവുകയും ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ കരാറിലൂടെ നമ്മൾ ആഗ്രഹിച്ചത് എന്താണ്? നമ്മൾ ആഗ്രഹിച്ചത് 246 ഏക്കർ സ്ഥലത്ത് നമ്മൾ ഒരു IT പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇൻഫോസിസിനോ US ടെക്നോളജിക്കോ IBSനോ ഒക്കെ നമ്മളിവിടെ ഭൂമി കൊടുത്തിട്ടുണ്ട്. അവർക്ക് കൊടുക്കുമ്പോഴുള്ളതിൽ കൂടുതൽ ഒരു അധിക നിഷ്കർഷ നമ്മൾ ഈ കാര്യത്തിൽ പാലിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? അവരെല്ലാം IT സ്ഥാപനങ്ങളാണ്. ടീകോം ഒരു IT സ്ഥാപനമല്ല, ടീകോം ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അപ്പോൾ ആ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം അവരുടെ കെട്ടിടം നിർമ്മിച്ച് വാടകയ്ക്ക് കൊടുക്കുന്നതാണ് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഏതെങ്കിലും കട അവിടെ വന്നാൽ പോരാ, നമുക്ക് IT തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടണം. അതുകൊണ്ട് നമ്മൾ അവിടെ നിർമ്മിക്കുന്ന കെട്ടിടം മിനിമം 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം നിർമ്മിക്കണമെന്നും അതിൻ്റെ 70% IT സ്ഥാപനങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നും, ഇത് 10 വർഷ കാലയളവിനുള്ളിൽ ചെയ്യണമെന്നും, ഓരോ വർഷവും എത്രത്തോളം നിർമ്മിക്കണമെന്നും ഉള്ള ഒരു ചാർട്ട് വരച്ച് അത് അനക്ഷർ B ആയിട്ട് ഉൾപ്പെടുത്തി അത് കരാറിലെ നിയമപരമായ ബാധ്യതയാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു കരാറാണ് രൂപപ്പെടുത്തിയത്. ഇത് ആരാണ് നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ആരാണ്? ഭൂവുടമയായിട്ടുള്ള ഗവൺമെൻറ് ഓഫ് കേരള ഈ കമ്പനിയിൽ ഒരു പങ്കാളിത്തം എടുത്ത് അതിൽ ചേരുന്നത് എന്തിനാണ്? ഡയറക്ടർ ബോർഡിൽ വരുന്നത് എന്തിനാണ്? ചെയർമാനായി മുഖ്യമന്ത്രി ഇരിക്കുന്നത് എന്തിനാണ്? അതിനൊരു പർപ്പസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 26% വേണമെന്ന് പറഞ്ഞതിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. വേണ്ടി വന്നാൽ അതിനെ നിയന്ത്രിക്കാനാണ്. അപ്പോൾ നമ്മൾ 9% കുറച്ച് എന്തായാലും പറ്റില്ല എന്നും 16% ഓഹരി പങ്കാളിത്തവും വാങ്ങിയത് ഇത് നേരായ വഴിക്ക് പോകുന്നുണ്ട് എന്നും അല്ലെങ്കിൽ അതിന് ദിശാബോധം കൊടുക്കുന്നതും തരത്തിൽ ഇടപെടാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു മൈനർ പാർട്ട്ണറാണ് SPVയിലെങ്കിലും നമ്മളൊരു ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ ഈ ഭൂവുടമ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു അധികാരമുണ്ട്.
അതുകൂടി ചേർത്തുകൊണ്ട് നമുക്കിതിനെ നേർവഴിക്ക് നടത്തണം എന്നുള്ളതിനാണ് അങ്ങനെ നമ്മൾ ചോദിച്ചത് വാങ്ങുന്നത്. അത് ഇതുവരെ നടക്കാത്തത് കൊണ്ട് ടീകോമിനെ ഒഴിവാക്കുന്നു എന്ന രീതിയിലേക്ക് ഗവൺമെന്റിന് അത് കൺക്ലൂഡ് ചെയ്യാമല്ലോ ഇല്ലേ ശ്രീ ജോസഫ് സി മാത്യു? വിശദീകരണം നൽകുമ്പോൾ ടീകോമിന് അത് സാധിച്ചില്ല, അതുകൊണ്ട് സർക്കാർ അതിൽ ഇടപെടൽ നടത്തി ടീകോമിനെ ഒഴിവാക്കുന്നു, 246 ഏക്കർ ഏറ്റെടുക്കുന്നു, അതിന് മറ്റ് പർപ്പസിന് വേണ്ടി, അതല്ലെങ്കിൽ ഇൻഫോ പാർക്ക് അവിടെ ഓൾറെഡി ഉണ്ടല്ലോ, ഇൻഫോ പാർക്കിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന രീതിയിലേക്ക് വരാമല്ലോ. ഇന്ന് മന്ത്രി പി രാജീവിന്റെ വിശദീകരണത്തിൽ അതാണ് കാണുന്നത്. കാരണം 100ഓളം കമ്പനികൾ ഇനിയും കാത്തു നിൽക്കുന്നുണ്ട് എന്ന്. അതായത് ഇൻഫോ പാർക്കിന്റെ വികസനം അവിടെ സർക്കാർ ഉദ്ദേശിക്കുകയാണ്. അതിൽ സർക്കാരിനെ ഏത് രീതിയിലാണ് നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റുക? മഞ്ജുഷേ, അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞിരുന്ന എന്താണ്, ഇൻഫോ പാർക്ക് കൂടെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള സ്മാർട്ട് സിറ്റിയിൽ 33,300 ഏക്കർ 300 ജോലി വരുമ്പോൾ 100 ഏക്കർ സ്ഥലം അവർക്ക് സൗജന്യമെന്നാണ്. നിങ്ങളിപ്പോൾ തിരിഞ്ഞു നോക്കൂ, ആ ഇൻഫോ പാർക്കിൻ്റെ സ്വാഭാവിക വളർച്ചയിലൂടെ 60,000-ലധികം ജോലി അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ സ്വാഭാവിക വളർച്ച ഇവരുടെ ക്രെഡിറ്റിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഭൂമി സൗജന്യമായി നൽകാനുള്ള ഒരു കരാറാണെന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവ് വല്ലതും വേണോ? ഇതാണ് അന്ന് തന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞത്, ഇത് പറ്റില്ല എന്ന് പറഞ്ഞത്. ഞാൻ പറയുന്നത് ഇപ്പോൾ രാജീവ് പറയുന്നതും കമ്പനികൾ 100 കമ്പനികൾ കാത്തു നിൽക്കുകയാണ്, 100,000 പേര് ജോലി കാത്തു നിൽക്കുകയാണ്. എന്താണ് ആ കമ്പനികൾക്ക് ഒരു സ്ഥലം നൽകാൻ ഈ സർക്കാരിന് കഴിയാത്തതിൻ്റെ കാര്യം എന്താണ്? ഈ 246 ഏക്കർ അവിടെ നിൽക്കട്ടെ, അവിടെ കിളുത്തു വരുന്നതല്ലല്ലോ ഈ IT ജോലി. ഈ സർക്കാർക്ക് ഇൻഫ്രയുടെ പേരിൽ മറ്റ് പല വ്യവസായത്തിൻ്റെ പേരിൽ എടുത്തിട്ടിരിക്കുന്ന സ്ഥലം എന്തുമാത്രമുണ്ട്. അപ്പുറത്തെ കളമശ്ശേരിയിൽ HMDയുടെ ഭൂമി ഇതുപോലെ HDIL കൊടുത്തിട്ട് ദാണ്ട വികസനം തടഞ്ഞ് ഞങ്ങൾ മാപ്പ് പറയണം അന്നത്തെ മന്ത്രി എളമരം കരീം പറഞ്ഞു. എവിടെ? അവിടെ ഒരു ഇഷ്ടിയെങ്കിലും വെച്ചോ? ആ ഭൂമി ഇപ്പോൾ ആരുടെ കയ്യിലാണ്? അദാനിയുടെ കയ്യിലാണ്. അപ്പോൾ ഇത് ഭൂമി കച്ചവടത്തിന് വേണ്ടി വരുന്നവർക്കെല്ലാം നമ്മൾ നിശബ്ദരായി നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്നതാണ് വികസനോന്മുഖം എന്ന് പറയുന്ന ഒരു വികസന മന്ത്രം ഇവിടെ ഉണ്ട്. ഈ അവസരത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത് 2014 CAG റിപ്പോർട്ട് ഞങ്ങൾ രൂപപ്പെടുത്തിയ കരാറും കൂടെ പരിശോധിച്ചിട്ട് പറഞ്ഞ എന്താണ്, ഇതിലും സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നാണ്. ആ വിമർശനം ഞാൻ ഉൾക്കൊള്ളുന്നു. ഞാൻ പറഞ്ഞത് VS-നെ വികസന വിരോധി എന്ന് വിളിച്ചവർ CAG പറയുന്നു ഇത്രയും പോരാ എന്ന് പറയുമ്പോൾ, സംസ്ഥാന താല്പര്യം സംരക്ഷിക്കാൻ ഇത്രയും പോരാ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രതികരണം എന്താണ്? ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ഇത്തരം പദ്ധതികളും ഇത്തരം ആവശ്യങ്ങളും വരുന്ന സമയത്ത് കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഈ കാര്യങ്ങളെ കാണേണ്ട കാര്യമുണ്ട് എന്നും കൂടിയാണ് ഞാൻ പറയുന്നത്. അതിന്റെ വ്യവസ്ഥ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനാണെങ്കിലും ടീകോമിനാണെങ്കിലും ഇതൊരു ഡിഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ, അവർക്ക് രണ്ടുപേർക്കും വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും അതിലൊരു നഷ്ടപരിഹാരം നിർണ്ണയിക്കുക എന്ന കാര്യത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിൽ എവിടെയാണ് അത്? ഞാൻ വായിച്ചു നോക്കിയതാണ്. പക്ഷേ പിന്മാറുന്നത് ടീകോം ആണെങ്കിൽ നഷ്ടപരിഹാരം അവർക്ക് നിശ്ചയിച്ച് നൽകും എന്നൊരു വ്യവസ്ഥ കാണാൻ പറ്റുന്നില്ലല്ലോ അതിനകത്ത്. അതാണ് ഞാൻ ചോദിച്ചത്, എന്താണ് സർക്കാർ അക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന്. മഞ്ജുഷ, ഞാനൊരു കാര്യം അതാണ് പറയാൻ വന്നത്. 2006 നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് വെച്ച കരടിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റിൽ വീഴ്ച വന്നാൽ ടീകോമിന് എടുക്കാവുന്ന പീനൽ ക്ലോസ് നടപടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 7.1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 7.2 ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നപ്പോൾ അതേ വ്യവസ്ഥകൾ തന്നെ തിരിച്ചും ഏർപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ടീകോം ഡിഫോൾട്ട് ചെയ്താൽ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് ഇൻവോക്ക് ചെയ്യാവുന്ന വ്യവസ്ഥകൾ, അതാണ് 7.2.2 എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ C ക്ലോസ് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പൈസ തന്നിട്ട് അവർ പോകണം. ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വീഴ്ച വരുത്തി എന്നുള്ള നോട്ടീസ് സർക്കാർ അവർക്ക് കൊടുക്കണം. ആ നോട്ടീസ് കൊടുത്ത് 6 മാസം കഴിഞ്ഞ ശേഷവും അതിന്മേൽ നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ നടപടിയെടുക്കണം. ഇതാണ് അതിലെ വ്യവസ്ഥ. ഞാനിപ്പോൾ സംശയിക്കുന്നത് ഈ സർക്കാർ നാളിതുവരെ ഈ 16 വർഷമായിട്ടും ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടുണ്ടാവില്ല, ഒരു നോട്ടീസും കൊടുത്തിട്ടുണ്ടാവില്ല, ആവശ്യപ്പെട്ടിട്ടും ഉണ്ടാവില്ല. ടീകോം മതിയായിട്ട് ഇവർ ചോദിക്കത്തില്ല, എന്നാൽ പിന്നെ കളഞ്ഞേച്ച് പോയേക്കാം എന്ന് വിചാരിച്ചതാവാനേ വഴിയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ മറ്റു വഴികൾ തേടുന്നത്. അതുകൊണ്ടാണ് ഗവൺമെൻറ് വാ വിളിക്കാത്തത്. ടീകോമിന് എന്നാണ് ഇവർ നോട്ടീസ് കൊടുത്തതെന്ന് ഗവൺമെൻറ് പറയട്ടെ, എത്ര തവണ നോട്ടീസ് കൊടുത്തു എന്ന് പറയട്ടെ. ഇതൊന്നും ചെയ്തിട്ടുണ്ടാവാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല.
അതുകൊണ്ടാണ് പിന്മാറ്റ നയം എന്നൊക്കെയുള്ള പദം ഉണ്ടല്ലോ, അത് അവരുടെ PR ഏജൻസി ആരാണ്ട് എഴുതി കൊടുത്തതാണ്. എന്താണ് ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നവരെ അടിച്ചു പുറത്താക്കുന്നതിന് പകരം